Hey my beautiful, welcome back to my Pups channel. The hidden truths of your May month. മെയ് മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഹിഡൻ ആയിട്ട് ഓരോ ടൈമില് ഓരോ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഓരോ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് സീക്രറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് മെയ് മാസം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, സെൽഫായിട്ട് വർക്ക് ചെയ്യുക, കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ലൈക്ക് മെഡിറ്റേഷൻ, യോഗ. നിങ്ങളുടെ ശരീരം ഒരുപാട് ഫ്ലെക്സിബിൾ ആക്കുന്ന ചില കാര്യങ്ങൾ, ചില ആക്ടിവിറ്റിയിൽ നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. കാരണം മെയ് മാസം നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്. ഒരു ഹീലിംഗ്, ഡീപ്പ് ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഹീലിംഗ് പ്രോസസ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വളരുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? നാച്ചുറലി വളരുന്ന ചില കാര്യങ്ങൾ, ലൈക്ക് മുടി, നഖം ഒക്കെ പോലുള്ള കാര്യങ്ങൾ, അത് വളരെ ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ബെസ്റ്റ് വേയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും അതിന്റെ ഒരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് കാണാനും അതിന്റെ ഒരു വളർച്ച കാണാനും സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ മുടി റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങളുടെ നഖം റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ എന്തൊക്കെയൊരു പ്രത്യേകതകൾ, എന്തെങ്കിലും ഒരു ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് മെയ് മാസം കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ ചില സമയത്ത് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യത്തിലായിരിക്കും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുക, അല്ലെ? സോ മെയ് മാസം നിങ്ങളുടെ കണ്ണുകൾ സ്ട്രൈക്ക് ആക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ചില അട്രാക്ഷൻ തോന്നാത്ത ചില കാര്യത്തിനോടൊക്കെ നിങ്ങളുടെ കണ്ണിന് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്യാനും അത് റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളൊക്കെ തോന്നുന്നതിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ അപ്പിയറൻസിൽ നാച്ചുറലി ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. പ്ലസ് നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ മെയ് മാസം നിങ്ങളുടെ മുടിയും നഖമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അത് പ്രത്യേകിച്ച് കെയർ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും. മുൻപ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, നിങ്ങളുടെ ഹെയറിന് വേണ്ടി. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആയിരിക്കാം, യൂസ് ചെയ്യാത്ത ഡ്രസ്സ് ആയിരിക്കാം, കുറെ കാലത്തിന് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചില വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നോക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നത്? നിങ്ങൾ എന്താണോ ദാനമായിട്ട് കൊടുക്കുന്നത് അവിടെ പുതിയ കാര്യങ്ങൾ റീപ്ലേസ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്തോളണമെന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മെയ് മാസം ഓരോ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്തോ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുക. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾ റീപ്ലേസ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ. അതൊരു വളരെ മാജിക്കൽ ആയിട്ട് ഒരു പ്രോസസ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങളും മെയ് മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വഴിയിൽ കൂടി ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വരാൻ അതിൻ്റെതായിട്ടുള്ളൊരു വഴി കണ്ടെത്തുന്നുണ്ട്. സോ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ചില വഴിയിൽ കൂടി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില താല്പര്യങ്ങളും നിങ്ങൾക്ക് ചില ഇൻട്രസ്റ്റ് ഒക്കെ ചില കാര്യത്തിനോടൊക്കെ തോന്നാനുള്ള, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില ഇഷ്ടങ്ങള്, ചില താല്പര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഫാന്റസൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ കൂടുതൽ
നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പിയറൻസിലായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കണം. അത് പ്രോബബ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അറിയാതെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഇന്റൻഷനലി ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ ഒരുപാട് കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതുപോലെ നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നത് നാച്ചുറലി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ കുറെ കൂടി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അപ്പിയറൻസിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഓർ ചില ആളുകളുമായിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലത്തെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ, കൊടുക്കുന്ന രീതിയിൽ, ചില ആളുകളുടെ അടുത്ത് പെരുമാറുന്ന രീതിയിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഹിഡൻ ചേഞ്ചസ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ്, നിങ്ങളെ പറ്റിയിട്ടാണ് അങ്ങനത്തെ ഒരു, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കുറെ കൂടെ ഒരു നല്ലൊരു ലിസണർ ആവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരുപാട് ക്ഷമയുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ, അല്ലെങ്കിൽ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ നിങ്ങളുടെ സംസാരം ഉണ്ട് അവിടെ. പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റുള്ള ആളുകൾക്ക് കേൾക്കാൻ. വളരെ കാം ആയിട്ടായിരിക്കാം നിങ്ങളുടെ കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ എസ്പെഷ്യലി നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്, ദേഷ്യപ്പിടിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സംസാര രീതിയിൽ, ഓർ ചില ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതുതായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നതായിരിക്കാം. നിങ്ങൾ ചില ആളുകളെ പോലെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ ചില ആളുകൾ നിങ്ങൾ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കും അങ്ങനെ സംസാരിക്കാൻ തോന്നുക, നിങ്ങൾക്കും അങ്ങനെ പെരുമാറാൻ തോന്നുക, നിങ്ങൾക്കും അങ്ങനെ ആവാൻ തോന്നുക, അതുപോലത്തെ ചില മാറ്റങ്ങളൊക്കെ മെയ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അത് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ ആ ഒരു മാറ്റം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും, അല്ലെങ്കിൽ വേറെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളെ കൂടെ അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ മെയ് മാസം നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കുറെ കൂടെ ഒരു നിങ്ങൾക്ക് ഇത്ര കാലം അറിയാത്ത പല കാര്യങ്ങളും പഠിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇല്ലാത്ത അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഇത്ര കാലമായിട്ട് കേൾക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ജനറൽ നോളേജ് കുറച്ചുകൂടെ ഷാർപ്പൻ ആവുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വായിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ നോളേജ് നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ അറിവ് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇമോഷണലി നിങ്ങൾ ഒരുപാട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതും വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ സ്നേഹം നിങ്ങൾക്ക് മെയ് മാസം എവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുന്ന ഒരു മാസം കൂടിയാണ് മെയ് മാസം. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മേ ബി ലൈക്ക് നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങൾ ഒരുപാട് മോഡിഫൈ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതുന്നുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതുക, ഓർ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. മേ ബി ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മെയ് മാസത്തിൽ നിങ്ങൾ കുറെ കൂടെ അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ എനർജറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നു വിചാരിച്ചിട്ടല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് ചില ആളുകളുടെ പ്രസൻസ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് ചില സ്നേഹം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നിങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു യൂണീക്ക് ആയിട്ടുള്ളൊരു
വേർഷൻ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് ആവുന്നുണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ് കൂടെ അവിടെ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ അവിടെ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മെയ് മാസം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുപാട് പരീക്ഷിച്ചു നോക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സൈക്കിക് എബിലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ സ്കില്ലായിരിക്കാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്താണ് മെയ് മാസം. സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ.